കളി കണ്ടാൽ എനിക്ക് എങ്ങനെ തോന്നി എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് കളിക്കുമ്പോൾ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറെ തീർച്ചയായിട്ടും നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെയാണ് ഫുട്ബോൾ ഉണ്ടാവല്. പക്ഷെ മെസ്സി ആ ഫസ്റ്റ് ഗോൾ അടിക്കുമ്പോൾ അയാൾ ഫ്രീ ആണ്. നിങ്ങൾ ആ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും അയാൾ ഫ്രീ. പക്ഷെ മെസ്സിനെ കുറച്ച് കാണില്ല. അന്ന് അൾജീരിയ ആയിട്ടുള്ള മത്സരത്തിലെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ദിനേശ് ഇവിടെ സൂചിപ്പിച്ച മാതിരി 40 വരെ അകലെ നിന്നുള്ള ഷോട്ടാണ്. ആ ഷോട്ട് ഗോളി ദൂരത്ത് നിന്ന് കണ്ടിട്ടാണ് രണ്ട് കൈയും പൊക്കിയിട്ട് തട്ടാൻ നോക്കണേ. ആ ബോളാണ് കൈ ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ കയറുന്നത്. അത് ഞാൻ പറയാം 100% ആ കീപ്പറെ മിസ്സാന്ന് ഞാൻ പറയാം. നല്ലൊരു കീപ്പർ ആണെങ്കിൽ ഗോൾ ആവൂല, ആ ഗോൾ തട്ടി ഒഴിവാക്കൂ. അർജന്റീനയുടെ പ്ലേയേഴ്സിന് പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എതിർ ടീം നൽകുകയായിരുന്നു. ഒരു ടീമിനെ മാർക്ക് ചെയ്യാൻ മാത്രമല്ല, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ് പാസ് ആയിരുന്നു. അവരുടെ കാലിൽ ബോൾ കിട്ടുമ്പോൾ തിരിച്ച് ടീമിന് നൽകുന്നതിന് പകരം അർജന്റീന ഇന്ന് 87ാം സ്ഥാനത്തുള്ള ടീമായിട്ടാണ് കളിച്ചത്. അവിടെ നോക്കണം, ബ്രസീലിന് ബോൾ എടുത്ത് നന്നാക്കി കളിക്കാൻ പറ്റിയ ടീമാണ്. പക്ഷെ ബ്രസീൽ ആ നിലവാരത്തിലേക്ക് ഇന്ന് ഉയർന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് നിമിഷവും ടീമിനെ ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷെ അയാൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ വേണ്ടിയമാതിരി അയാളെ കൂടെ കളിക്കുന്ന കളിക്കാർ അദ്ദേഹത്തിന് ബോൾ നൽകിയിട്ടില്ല. ലെവലിൽ ലോകം ഫിഫ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മെസ്സിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സിക്ക് നമ്മുടെ ഇതിൽ കേട്ടത് 1300 കോടിയാണ്. ഇത് 2800 കോടിയാണ് റൊണാൾഡോയ്ക്ക് ഒരു വർഷത്തെ വരുമാനം. അപ്പൊ അത്രത്തോളം പെർഫോമൻസ് ഇല്ലാത്ത ഒരു കളിക്കാരന് അങ്ങനത്തെ ഒരു പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുമോ? കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, റൊണാൾഡോയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അസിസ്റ്റ് സഹകളിക്കാർക്ക് തിരിച്ചും കിട്ടിയിട്ടില്ല. അതെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇന്ത്യൻ ന്യൂസ് ടൈം ഫിഫ വേൾഡ് കപ്പ് 2026 അവലോകനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിട്ടുള്ള ഷാവുൽ ഹമീദ്, ദിനേശ് മക്കാട്ടെ. വെൽക്കം അവർ ചാനൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആദ്യ ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. സെക്കൻഡ് മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബ്രസീലിന്റെ കളി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്ലേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഗ്രൂപ്പിലെ മത്സരങ്ങളെ കുറിച്ചും അതിൻ്റെ ഒരു അവലോകനവുമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നത്? 2026 വേൾഡ് കപ്പ് 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആ 48 ടീമുകളുടെയും രാജ്യങ്ങളുടെയും ഒരു മത്സരം അവസാനിച്ചു. അതിൽ തന്നെ നമ്മൾ ഈ വേൾഡ് കപ്പ് പ്രവചനാതീതമായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് അപ്പുറത്തേക്കാണ് വേൾഡ് കപ്പിന്റെ പ്രകടനം നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പല ടീമുകളും ഈ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവും എന്ന് ഉദ്ദേശിച്ച പല ടീമുകളും ഇന്ന് വേണ്ടത്ര മികവ് പുലർത്താൻ കളിക്കളത്തിൽ അവർക്ക് സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്പെയിനാണ്. ഈ ലോകകപ്പ് ഉയർത്തും എന്ന് ഏറ്റവും ആഗ്രഹിച്ച ഒരു ടീം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ടീം സ്പെയിനായിരുന്നു. ആ സ്പെയിന് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. സ്പെയിൻ ഇന്ന് വരെ നമ്മൾ ലോകഭൂപടത്തിൽ കേട്ട് പരിചിതമല്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത കേപ്പ് വാർദ എന്ന് പറയുന്ന ടീമിനോട് സമനില വഴങ്ങി. സ്പെയിന് 4 വർഷം യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്, ഒരു വർഷം വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ്. ഈ സ്പെയിന് ഫുട്ബോളിലെ പുതിയ ശക്തികളായിട്ടുള്ള ഈ കേപ്പ് വാർദ എന്ന് പറയുന്ന ടീമിനോട് സമനില വഴങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം സ്പെയിൻ എത്ര കണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സ്പെയിൻ്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച്, ആവനാഴിയിലെ മുഴുവൻ അസ്ത്രം ഉപയോഗിച്ച് അവസാനം യമാലിനെ വരെ രംഗത്തിറക്കി. ആ യമാൽ എന്ന് പറയുന്ന കളിക്കാരനെ വരെ രംഗത്തിറക്കിയിട്ടും ബസീഞ്ഞോ എന്ന് പറയുന്ന ഈ ഗോൾ കീപ്പറുടെ മുന്നിൽ അവർക്ക് വേണ്ട രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ബസീഞ്ഞോ എന്ന് പറയുന്ന ആ ഗോൾ കീപ്പറുടെ തകർപ്പൻ പ്രകടനം, മിന്നുന്ന സേവുകൾ ആ ടീമിനെ രക്ഷിച്ചെടുത്തു എന്ന് പറയാം. അപ്പം സ്പെയിനിൻ്റെ കളി ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചോണല്ല. സ്പെയിൻ വേണ്ട രീതിയിലുള്ള പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്താം. പോർച്ചുഗലും ഈ ടൂർണമെന്റിൽ സമനില വഴങ്ങിയതാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഷാഹുൽ തന്നെ മനസ്സിലാവും പോർച്ചുഗൽ എന്താണ് ഇപ്പം മുന്നോട്ട് പോകുക എന്നുള്ളത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദിനേശ് ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആ നിലവാരത്തിലേക്ക് ഉയർന്നില്ല. ഇപ്പോൾ നമ്മളൊരു കളി കണ്ടു കഴിഞ്ഞു, ഒരു ടീം വർക്ക് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല.
അപ്പോൾ ആ ടീം എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്കിപ്പം പറയാൻ ആയിട്ടില്ല. ഇനി അടുത്ത മത്സരം കൂടി വന്നാലേ ഉള്ളൂ പോലെ അവരുടെ കളി വിലയിരുത്താൻ പറ്റുള്ളൂ. റൊണാൾഡോ സ്ട്രൈക്കറായിട്ട് നിന്നിട്ട് അയാളെ എടുത്തേക്ക് ബോൾ എത്തുന്നില്ല. അയാളിങ്ങനെ നിൽക്കുന്നുണ്ട്, ബോൾ അയാളെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് ബോൾ എത്തിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം മെസ്സിക്ക് നിരന്തരമായിട്ട് ബോളുകൾ അർജന്റീനൻ താരങ്ങൾ അയാളെ കാൽമേൽക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അർജന്റീനൻ ടീം എന്ന് പറഞ്ഞാൽ ദിനേശൻ അറിയാലോ മെസ്സിയാണ്. മെസ്സിൻ്റെ എന്താ പറയുക, അവിടെയുള്ള അർജന്റീനയിലുള്ള ജനങ്ങൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ലോകത്തുള്ള മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും മെസ്സി ആരാന്നുള്ളത് അറിയാം. അതേമാതിരത്തെ ഒരു കളിക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏത് നിമിഷവും ടീമിനെ ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷെ അയാൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ വേണ്ടിയമാതിരി അയാളെ കൂടെ കളിക്കുന്ന കളിക്കാർ അദ്ദേഹത്തിന് ബോൾ നൽകിയിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ ഫോം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം നിലവിലുണ്ട്. കഴിഞ്ഞ 6ാമത്തെ വേൾഡ് കപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത്. ലയണൽ മെസ്സിയൊക്കെ അതേ പ്രായക്കാരനായിട്ട് ഏകദേശം 40 വയസ്സോളം പ്രായമായി. പക്ഷേ അയാളുടെ 26 വയസ്സിലും 22 വയസ്സിലും 28 വയസ്സിലും ഒക്കെ ഉള്ള ആ പെർഫോമൻസ് നിലനിർത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ജേഷേട്ടൻ പറഞ്ഞ നമ്മുടെ കേപ്പ് വെർദനെ കുറിച്ചിട്ട് ഗോളിയെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടി കഴിഞ്ഞ റിവ്യൂവിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 40 വയസ്സായത് കൊണ്ട് അല്ലെങ്കിൽ ടീമിൽ നിന്ന് പോയ ഒരാളായിരുന്നു. പിന്നീട് കോച്ചിന്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സ്പെയിനിന്റെ കളിയെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനെ കേപ്പ് വെർദെ എന്ന ടീമിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും നമുക്ക് ആ കളി കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഗോളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. ശരിയല്ലേ? ഒരു ആദ്യ ടീമാണ്, നമുക്ക് വേൾഡ് കപ്പിലേക്ക് ഫസ്റ്റ് വരവാണ്. പക്ഷെ ആ ഒരു വരവ് ശരിക്കും അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ ടീമിനെ ചെറുതായിട്ട് കണ്ടില്ല. ആ കീപ്പർക്കാണ് ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്ത്. അപ്പോൾ ഫിഫ അങ്ങനെ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളെ മികവിൻ്റെ ഒരു ഇതന്നെയാണല്ലോ. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, പുതിയൊരു ഇപ്പോൾ നേരത്തെ ദിനേശ് ഫസ്റ്റ് സൂചിപ്പിച്ച് പുതിയൊരു ടീം നമ്മൾ ആരും ഒരേ കളി കണ്ടില്ല. പക്ഷെ ആ ടീം സ്പെയിൻ എന്ന് പറഞ്ഞ ടീമിനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് ടിക്കാട്ടക്ക ഫുട്ബോൾ അല്ലേ, അങ്ങനെ തന്നെയല്ല അതിന് പറയല്ലേ ടിക്കാട്ടക്ക. ആ മത്സരം എന്താ പറയുക, അങ്ങനെ ആ ശൈലിയിൽ കളിക്കുന്ന ടീമാണ് സ്പെയിന്. ഇനി മതിലിപ്പോൾ ഒരു 10 ആൾ ബാക്കിൽ നിന്നാലും ഏത് നിമിഷം ഗോൾ അടിക്കുന്ന ഒരു ശൈലിയാണ് സ്പെയിൻ്റെ. പക്ഷേ സ്പെയിൻ അന്ന് എന്താ പറയുക ഈ ഗോളിൻ്റെ മുന്നിൽ മുട്ടുമുടക്കി. ആ ഒരു കോച്ചിന്റെ തീരുമാനം ശക്തമായിരുന്നു, അതൊരു വലിയൊരു തീരുമാനമായിരുന്നു നമുക്ക് കാണാൻ. പോർച്ചുഗലിനെ സംബന്ധിച്ചിട്ട് ഷാവുൽ നേരത്തെ സൂചിപ്പിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള ബോളുകൾ സപ്ലൈ ചെയ്യുന്നില്ല, എത്തിക്കുന്നില്ല എന്നുള്ളത് സ്ട്രൈക്കർ എന്ന നിലയ്ക്ക് ബോൾ എത്താത്തതിൻ്റെ പോരായ്മയാണെന്ന്. പക്ഷെ നമ്മൾ പൊതുവെ കളി വിലയിരുത്തുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ ഫോം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം നിലവിലുണ്ട്. കഴിഞ്ഞ 6ാമത്തെ വേൾഡ് കപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത്. ലയണൽ മെസ്സിയൊക്കെ അതേ പ്രായക്കാരനായിട്ട് ഏകദേശം 40 വയസ്സോളം പ്രായമായി. പക്ഷേ അയാളുടെ 26 വയസ്സിലും 22 വയസ്സിലും 28 വയസ്സിലും ഒക്കെ ഉള്ള ആ പെർഫോമൻസ് നിലനിർത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. അത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് തികച്ചും ഒരു വിയോജിപ്പുണ്ട്. കാരണം ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ അയാളെ കളി കാണിക്കണമെങ്കിൽ ഗോളിൽ എത്തണം. പിന്നെ എന്ന് പറയുന്നത് സഹകളിക്കാരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കളി എന്ന് പറയുന്നത് 21 ആളുകൾ ഒരു ടീമും റൊണാൾഡോ ഒറ്റയ്ക്കുമാണെന്നാണ്. കാരണം തനിക്ക് ലഭിക്കേണ്ട ഒരുപാട് ഗോളുകൾ, അതോടൊപ്പം തന്നെ കൊടുത്ത പാസ് തിരിച്ചുപോലും ലഭിച്ചിട്ടില്ല. അത്രത്തോളം റൊണാൾഡോയെ തരം താത്തിയിട്ടാണ് പോർച്ചുഗൽ അന്ന് കളി കാണിച്ചത്. അത് നമ്മുടെ മാത്രം അല്ലെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായമല്ല. ലോകോത്തര വ്ളോഗേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് മലയാളികളടക്കം ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് സങ്കടത്തോടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു റൊണാൾഡോന്റെ കഴിവ് അല്ലെങ്കിൽ അത് അത്രത്തോളം ഇല്ല എന്ന് നമുക്കത് വിലയിരുത്താൻ കഴിയില്ല, കാരണം കളി കാണാതെ. 2022 ഖത്തർ വേൾഡ് കപ്പ് നടന്ന സമയത്തും റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷേപം, ഈ അഭിപ്രായം അന്ന് ഉയർന്നിട്ടുണ്ട്. റൊണാൾഡോയ്ക്ക് പോർച്ചുഗൽ സഹതാരങ്ങൾ വേണ്ട രീതിയിൽ ബോൾ എത്തിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അത് പൊതുവായിട്ട് നമ്മളൊരു വിലയിരുത്തുന്ന സമയത്ത് റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലുള്ള ഫോം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന ഒരു രീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല, അത് പറയുമ്പോൾ
ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പേയ്മെന്റ് ചെയ്യുന്ന രീതി കൂടി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തന്നെയല്ല, ഇന്റർനാഷണൽ ലെവലിൽ കഴിഞ്ഞ വർഷത്തോടൊക്കെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് നേടിയിട്ടുള്ളത് റൊണാൾഡോ ആണ്. ഇപ്പോ മെസ്സിയെ ഉയർത്തി കാണിക്കുമ്പോൾ മെസ്സിയെ താഴ്ത്തി പറയല്ല, ഏറ്റവും നല്ല കളിക്കാൻ എന്നുള്ള ലെവലിൽ ലോകം ഫിഫ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മെസ്സിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു മെസ്സിക്ക് നമ്മുടെ ഇതിൽ കേട്ടത് 1300 കോടിയാണ്. ഇത് 2800 കോടിയാണ് റൊണാൾഡോയ്ക്ക് ഒരു വർഷത്തെ വരുമാനം. അപ്പൊ അത്രത്തോളം പെർഫോമൻസ് ഇല്ലാത്ത ഒരു കളിക്കാരന് അങ്ങനത്തെ ഒരു പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് റൊണാൾഡോന്റെ പേയ്മെന്റിനെ സംബന്ധിച്ചോ റൊണാൾഡോന്റെ പഴയ കാലത്തുള്ള അയാളുടെ കളിയെ സംബന്ധിച്ചോ ഒന്നും നമ്മൾക്ക് രണ്ടഭിപ്രായമില്ല. വളരെ മികച്ച കളിക്കാരനാണ് റൊണാൾഡോ. പക്ഷെ കാലത്തിന്റെ കൊഴിഞ്ഞുപോക്കനുസരിച്ച് അയാളുടെ കളിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കളി തന്നെ പോർച്ചുഗൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ലൊരു അസിസ്റ്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, റൊണാൾഡോയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അസിസ്റ്റ് സഹകളിക്കാർക്ക് തിരിച്ചും കിട്ടിയിട്ടില്ല. അതെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. റൊണാൾഡോയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. പക്ഷേ റൊണാൾഡോ തിരിച്ച് ആർക്കെങ്കിലും നല്ലൊരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. വ്യക്തമായിട്ട് ശരിക്കും ഷാവുൽക്കാർക്ക് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനെപ്പറ്റി നമ്മൾ കുറച്ച് മുൻപ് ചർച്ച ചെയ്തതാണ് ആ വിഷയം. അത് കഴിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോ എന്ന് പറഞ്ഞ സ്ട്രൈക്കറായിട്ടാണ് നിൽക്കുന്നത്. ഈ സ്ട്രൈക്കറിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക എന്നുള്ളതാണ് സഹതാരങ്ങളുടെ ഒരു ചുമതല. അയാൾക്ക് ഫോർവേഡിലേക്ക് ബോൾ എത്തിക്കുക, അയാളെ ഗോൾ അടിപ്പിക്കുക. പക്ഷേ അയാൾക്ക് കൊടുത്ത ബോൾ അയാൾ റിട്ടേൺ കൊടുത്തിട്ട് സഹ കളിക്കാരന് പാസ് ചെയ്തിട്ട് അയാൾ പൊസിഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ബോളായിട്ട് എന്താണ് ഒരു വേറെ ഹാഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് റീപ്ലൈ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ റൊണാൾഡോ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ബോൾ അയാൾ പോയി നിന്ന് ആ ബോൾ കിട്ടിയിട്ട് അയാൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഫുട്ബോൾ വരുന്ന എന്താ പറയാ ഒരു പോരായ്മകളാണ്. നമ്മൾ റൊണാൾഡോന്റെ കഴിവിനെ കുറിച്ച് കുറച്ച് കാണുന്നില്ല കേട്ടോ. റൊണാൾഡോ ലോകോത്തര ഫുട്ബോൾ താരമാണ്. റൊണാൾഡോ പോർച്ചുഗലിന്റെ ഇതിഹാസ തുല്യനായിട്ടുള്ള കളിക്കാരനാണ്. ഇതൊക്കെയാണ്. പക്ഷെ റൊണാൾഡോയ്ക്ക് ഞാനിപ്പോഴും സൂചിപ്പിക്കുന്നത് റൊണാൾഡോയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഫോം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നൊരു സംശയം എന്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് പോർച്ചുഗലിനെ പറഞ്ഞൊരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റൊണാൾഡോന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 37 വയസ്സാണ് അല്ലേ? മെസ്സിക്ക് 35 വയസ്സ്. ഈ വേൾഡ് കപ്പ് 6ാം തവണയാണ് റൊണാൾഡോ കളിക്കുന്നത്, മെസ്സിയും കളിക്കുന്നത് 6ാം തവണ. ഈ 6ാം തവണയിൽ കഴിഞ്ഞ 5 പ്രാവശ്യവും വേൾഡ് കപ്പിൽ ഗോളടിച്ച ഒരേ ഒരു കളിക്കാരനുള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. മെസ്സിക്ക് അത് സാധിച്ചിട്ടില്ല. കളിച്ച എല്ലാ ടൂർണമെന്റിലും മെസ്സി ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. മെസ്സി ലോകാന്തര നമ്പർ 1 കളിക്കാരനാണ്, അതിലൊന്നും ഒരു ഇതില്ല. പക്ഷെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇയാൾക്ക് ബോൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഗോൾ അടിക്കും, ഒരു സംശയം വേണ്ട. പിന്നെ അയാൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കുമെന്ന് പറഞ്ഞാൽ കളിക്കുന്നത് റയൽ മാഡ്രിഡ് വിട്ടാരോ ഇന്റർ മിലാനോ കളിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച് അയാൾ നല്ലൊരു മികച്ച ഫുട്ബോളറായിട്ടാണ് ഇന്റർ മിലാൻ പോലത്തെ ക്ലബ്ബുകളൊക്കെ അയാളെ റയലിന് അങ്ങോട്ട് കൊണ്ടുപോകണേ. അപ്പോ എന്താന്ന് വെച്ചാല് ഇതൊരു ഒത്തൊരുമല്ല. ആ ടീമിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീമിന് ഈ വേൾഡ് കപ്പിൽ എവിടെ എത്തിപ്പെടാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. ഈ റൊണാൾഡോ പിൻവാങ്ങുന്നതോട് കൂടി പോർച്ചുഗൽ എന്ന ടീം വേൾഡ് കപ്പിൽ നിന്നും പുറകോട്ട് പോകാനുള്ള സാധ്യത. ഇതിലൊരു എൻ്റെ ഒരു സംശയം കേട്ടോ, അത് ആധികാരികമൊന്നുമല്ല. കഴിഞ്ഞ വേൾഡ് കപ്പ് മെസ്സിക്ക് ഒരു കപ്പ് എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിൽ റൊണാൾഡോ ഗോൾ അടിച്ചിട്ടില്ല എങ്കിൽ റൊണാൾഡോക്ക് കിട്ടുന്ന ഒരു ഫുട്ബോളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പദവിയിലേക്ക് നമുക്ക് കളിച്ച എല്ലാ വേൾഡ് കപ്പിലും ഗോൾ അടിക്കുക എന്ന് പറഞ്ഞ പദവിയിലേക്ക് റൊണാൾഡോ എത്തും. അതില്ലാണ്ടായാൽ ചില കളിക്കാർ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ലോക കളിക്കാരെന്നറിയപ്പെടുന്ന ചില ആളുകളെ മുകളിലേക്ക് എത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിയേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പോർച്ചുഗലിന് കളി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് പോർച്ചുഗലിന് റൊണാൾഡോയ്ക്ക് ബോൾ സപ്ലൈ ചെയ്യൂ, അതല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണോ പോർച്ചുഗൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾക്ക് ഈ പ്രധാന ടീമുകളിൽ ഒന്നാണ് ബ്രസീലും
കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ബ്രസീലിന്റെ ആ പ്രതാപം വീണ്ടെടുക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല. ആദ്യത്തെ കളി മൊറോക്കോ ആയിട്ടാണ് നടന്നത്. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ കരുത്തായിട്ട് നടന്ന മൊറോക്കോക്കെതിരെ ആ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബ്രസീലിന്റെ ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലുള്ള സാമ്പാത്താളം കാനറി പക്ഷികൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണ്ട രീതിയിൽ മൊറോക്കോയ്ക്ക് പ്രതിരോധിക്കാൻ അന്ന് അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ, ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രസീൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രസീൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുവെ ഈ ലോകകപ്പിലും ബ്രസീലും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ദിനേശ് പറഞ്ഞ 100% ഞാനതിന് യോജിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് മറ്റേ ഇവരായിട്ട് മൊറോക്കോ ആയിട്ട് കളിച്ചു. അതിൽ മൊറോക്കാണ് ഫസ്റ്റ് ഹാഫിൽ നല്ല കളി കളിച്ചത്. രണ്ടാം ഇതിൽ കൂടുതൽ കൈവശം ബ്രസീൽ ബോൾ കൈവശം വെച്ചിനെങ്കിലും മറ്റേ ബ്രസീലിൻ്റെ ഒരു പ്ലെയർ ഉണ്ടല്ലോ, വിനീഷ്യസ്, അയാൾ ഇൻഡിവിജ്വലായിട്ട് പോയി ബോക്സിലേക്ക് കടന്ന് കാട്ടി പോയി ഗോൾ അടിച്ച ആ മികവിൽ മാത്രമാണ് ബ്രസീൽ അന്ന് ജയിച്ചത്. അത് സത്യം തന്നെ. പക്ഷെ ആ കളിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു മാറ്റം ഈ കളി മാറ്റം വന്നിനെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ന് കളി കണ്ടതിൽ ബ്രസീലിൻ്റെ ഡിഫൻസ് ഒന്ന് ശക്തമായിട്ടുണ്ട്. മിഡ്ഫീൽഡിലും ഫോർവേഡിലും പോരായ്മയുണ്ട്. നേരത്തെ ദിനേശ് കൂടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ബ്രസീൽ എന്ന് പറഞ്ഞാൽ 2002 അതിന് ശേഷമുള്ള ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 40% ചാൻസ് മതി ബ്രസീലിന് ഗോൾ അടിക്കാൻ. ഇന്ന് ബോക്സിലേക്ക് കടന്നിട്ട് പോലും ബ്രസീലിന് ഗോൾ അടിക്കാൻ കഴിയില്ല. ആ പോസ്റ്റിന്റെ മുകളിൽ കൂടി, ബാറിന്റെ മുകളിൽ കൂടി ബോള് പറത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ആ കളിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബ്രസീലിന് എവിടെ എത്തിപ്പെടാൻ കഴിയില്ല. അതിലെ വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ കളിച്ച മൊറോക്കോ നല്ലൊരു ടീമാണ്. 7ാം സ്ഥാനത്താണ് ലോക റാങ്കിൽ. ബ്രസീൽ 6ാം സ്ഥാനത്താണ്. പക്ഷെ അത് ടൈ ആയി. ഇന്ന് 87ാം സ്ഥാനത്തുള്ള ടീമായിട്ടാണ് കളിച്ചത്. അവിടെ നോക്കണം, ബ്രസീലിന് ബോൾ എടുത്ത് നന്നാക്കി കളിക്കാൻ പറ്റിയ ടീമാണ്. പക്ഷേ ബ്രസീൽ ആ നിലവാരത്തിലേക്ക് ഇന്ന് ഉയർന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ ഗോൾ 3 ഗോൾ മതിയായിരിക്കും. പക്ഷെ ബോൾ പൊസിഷനും ഈ സ്കോർ എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ സാമ്പാത്താളുണ്ട് ബ്രസീലിന്റെ, അതൊന്നും വന്നില്ല. ഇന്ന് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് വരാൻ പറ്റിയ മത്സരം ഇന്ന് വേണ്ടിന് വന്നില്ല. അടുത്തത് സ്കോട്ട്ലൻഡ് ആയിട്ട് കളിക്കേണ്ടി. സ്കോട്ട്ലൻഡിന്റെ അടുത്ത് ഈ കളിയായിട്ട് കളിച്ചാൽ ബ്രസീൽ എവിടെയും എത്തും എനിക്ക് തോന്നുന്നില്ല. ബ്രസീലില് നമ്മുടെ ഒരു വേൾഡ് കപ്പ് കളിച്ച അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നായകൻ ഉണ്ടോ? യെസ്, അതാണ്. അതായത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ കളിക്കളത്തിലില്ല എന്നുള്ളത് ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിന്റെ പ്രധാനപ്പെട്ട വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ള, കാശ്മീർ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ റഫീഞ്ഞോ ഉൾപ്പെടെയുള്ള കളിക്കാരൊന്നും ഗ്രൗണ്ടിൽ വേണ്ടത്ര ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നല്ല പ്രതിഭാസമ്പന്നരായിട്ടുള്ള കളിക്കാരാണ് അവർ. പക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ ഗ്രൗണ്ടിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ സൂചിച്ചതുപോലെ തന്നെ നെയ്മർ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നാൽ ഒരുപക്ഷെ ബ്രസീൽ ഒന്നുകൂടി ഒത്തിണക്കത്തോടു കൂടി മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ബ്രസീലിന്റെ ഇന്നത്തെ കളി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ആ കാര്യത്തിൽ ഉള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള നെതർലാൻഡ് ജപ്പാനുമായിട്ടാണ് കളിച്ചത്. നെതർലാൻഡ് നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. നെതർലാൻഡിനും ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വേണ്ട രീതിയിൽ പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ല. ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കളാണ് അവർ. നമ്മൾ പല സമയം പറഞ്ഞതാണ്, യോൻ ക്രൈഫിന്റെ നാടാണത്. അപ്പോൾ വലിയ വലിയ പ്രതിഭാസമ്പന്നരായിട്ടുള്ള കളിക്കാരെ ലോകത്തിന് സംഭാവന ചെയ്ത നാടാണ്. അതെ, അത്തരം ഒരുപാട് ആളുകളെ സംഭാവന ചെയ്തിട്ടും ആ ഒരു നിലവാരത്തിലേക്ക് ഉയർത്താൻ നെതർലാൻഡിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രസീലും നെതർലാൻഡും ഉൾപ്പെടെയുള്ള ഈ ടീമുകളൊക്കെ, സ്പെയിനും ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ ഒരു പ്രതിരോധത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അവർക്ക് ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ കഴിയുമോ എന്നത് അവരുടെ ആരാധകന്മാർക്ക് പോലും സംശയമുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ബ്രസീൽ ഒഴിച്ച് ബാക്കിയുള്ള മുൻനിര ടീമുകളൊക്കെ പുതിയ ടീമുകളുമായിട്ടാണ് മാറ്റിവെച്ചത്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അതെ. അവിടെ ഒക്കെ ആ പുതിയ നമ്മൾ ഒരിക്കലും ഒരു ചർച്ചയിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ ടീമുകളൊക്കെ. പക്ഷെ അവരൊക്കെ ശരിക്കും അവരുടെ കളി അല്ലെങ്കിൽ പ്രതിരോധം കാണിച്ചുകൊണ്ട് ഈ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് 2026 ഫിഫ വേൾഡ് കപ്പ് ശരിക്കും ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ കളിയിലെ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രവചിച്ച ചില ടീമുകൾ അവരുടേതായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതിലൊന്ന് അർജന്റീനയാണ്. അർജന്റീന നിലവിൽ ലോക റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ 28ാം സ്ഥാനത്തുള്ള അൾജീരിയ ആയിട്ടാണ് മത്സരിച്ചത്.
ആ അൾജീരിയയായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന ആദ്യ പകുതിയിൽ ഫുൾ ആധിപത്യം വീണ്ടെടുത്തു. ഗ്രൗണ്ടിൽ മുഴുവൻ അവർ ആധിപത്യം വീണ്ടെടുത്ത് അതിൻ്റെ ആ ഒരു ഇതിലാണ് അർജന്റീന ഗോൾ പോലും സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ വേൾഡ് കപ്പ് നേടാനാവും എന്ന ഒരു ആശങ്ക ആർക്കും ഇല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഇത്തവണ ഒന്നുകിൽ അർജന്റീന നേടും എന്ന് തന്നെയാണ്. അവർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ കഴിഞ്ഞ കളിയോടുകൂടി അർജന്റീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, അതില് നമ്മുടെ കഴിഞ്ഞ അർജന്റീനയുടെ റിവ്യൂവില് ഷാവുൽക്ക വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അർജന്റീനയുടെ പ്ലേയേഴ്സിന് പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എതിർ ടീം നൽകുകയായിരുന്നു. ഒരു ടീമിനെ മാർക്ക് ചെയ്യാന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ് പാസ് ആയിരുന്നു. അവരുടെ കാലിൽ ബോൾ കിട്ടുമ്പോൾ തിരിച്ച് ടീമിന് നൽകുന്നതിന് പകരം അർജന്റീനയിലേക്കായിരുന്നു പോയിരുന്നത്. അല്ലെ, വ്യക്തമായിട്ട് നമ്മളത് ചർച്ച ചെയ്തിരുന്ന വിഷയമാണ്. അതോടൊപ്പം തന്നെ അവര്, ഞാൻ നേരത്തെ റൊണാൾഡോക്ക് പറഞ്ഞതുപോലെ തന്നെ പറയാണ്, മെസ്സിക്ക് ഗോൾ അടിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നത് പോലെ അല്ലെ, പറഞ്ഞ കാര്യമാണ്. നമ്മള് അങ്ങനെ അല്ലെങ്കിൽ പോലും അത് മാത്രല്ല, മെസ്സി ഗുരുതരമായിട്ടുള്ള ഒരു ഫൗള് വരെ അന്ന് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കാർഡ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പൊ ആ ടീം ഫിഫക്ക് പരാതി കൊടുത്തെന്നാ കേട്ടെ. അത് ഗുരുതരമായിട്ടുള്ള. അപ്പൊ ആ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റൊണാൾഡോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 21 ആളുകൾ എതിർത്തു. അർജന്റീനയെ വെച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീനയും എതിർ ടീമും കൂടി മെസ്സിക്ക് വേണ്ടി കളിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഒരു ആ കളി കണ്ടിട്ട് ഞാൻ ആ കളി കണ്ടിരുന്നു. ആ കളി കണ്ടാൽ എനിക്ക് എങ്ങനെ തോന്നി എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് കളിക്കുമ്പോ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറെ തീർച്ചയായിട്ടും നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെയാണ് ഫുട്ബോൾ ഉണ്ടാവല്. പക്ഷെ മെസ്സി ആ ഫസ്റ്റ് ഗോൾ അടിക്കുമ്പോ അയാൾ ഫ്രീ ആണ്. നിങ്ങൾ ആ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും, അയാൾ ഫ്രീയാ. അയാൾ ആ ബോൾ എടുത്ത് പോയി കാട്ടെ എവിടുന്ന് അടിക്കണേ, ഫസ്റ്റ് ബോക്സിന്റെ പുറത്തുനിന്ന് അടിച്ചിട്ട് ആ ഗോളി കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ആ തട്ടിയിട്ടാണ് പോസ്റ്റിന്റെ ഉള്ളിൽ കയറുന്നത്. ഞാൻ റിവ്യൂവിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ബോൾ ഒരിക്കലും കയറാനുള്ള ബോളല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ടീമിന്റെ പറഞ്ഞല്ലോ, സ്പെയിനെ പിടിച്ച് കെട്ടിയ ടീമിന്റെ കീപ്പർ, അങ്ങനത്തെ ഷോട്ടുകളാണ് അയാളെടുത്ത് വന്നത്. അയാൾ എത്ര ബോൾ അങ്ങനത്തെ കഴിച്ചിലാക്കിയിട്ടുണ്ട്. ഇത് കൈ തട്ടിയിട്ട് ഉള്ളിൽ കയറുക. ഇപ്പൊ നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മൾ കണ്ടത്തുനിന്ന് കളിക്കുന്ന കീപ്പർമാർ തട്ടിയിട്ട് ഉള്ളിൽ പോണ ആ ഒരു അവസ്ഥ. എനിക്ക് ആ കളി കണ്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അർജന്റീന ആണ് കളി മെച്ചപ്പെടും. പക്ഷെ മെസ്സി ഇപ്പോഴും 39 വയസ്സിലും അയാളെ ഫോം അയാൾ നിലനിർത്തുന്നുണ്ട്, അതിലൊന്നും ഒരു സംശയവും. ഇതാണ് അതിന്റെ ശരി. അതായത് മെസ്സിന്റെ കരിയറിലെ 6ാമത്തെ വേൾഡ് കപ്പാണ് കളിക്കുന്നത്. ഞാനും ഉൾപ്പെടെയുള്ള പല ആളുകളും വിചാരിച്ചത് 2022 ഖത്തർ വേൾഡ് കപ്പോട് കൂടിയിട്ട് മെസ്സി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ 2026 വേൾഡ് കപ്പിലും നേരത്തെ ഷാവുൽ സൂചിപ്പിച്ചതുപോലെ നല്ല ഫോമിൽ തന്നെയാണ് മെസ്സി കളിക്കുന്നത്. 18ാമത്തെ വയസ്സിലാണ് മെസ്സി ആദ്യമായിട്ട് വേൾഡ് കപ്പിലേക്ക് വന്നത്. 18ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പിലേക്ക് വന്ന മെസ്സി 39ാമത്തെ വയസ്സിലും വലിയ ഫോം ഔട്ട് ഇല്ലാതെ കളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രതിഭയെ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത്. ഇതില് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ രീതിയിൽ ഇതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് കുറച്ച് പിറകോട്ട് പോയിട്ട് ബ്രസീലിന്റെ കളിയിലേക്ക് നമ്മളൊന്ന് പോകേണ്ടത്. റൊണാൾഡോ ഉള്ള സമയം അന്ന് കപ്പി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ ആക്ഷേപിച്ച ഒരു താരമാണ്. പക്ഷെ ഇന്ന് നമുക്ക് മറ്റുള്ള കളിക്കാരിൽ സ്ട്രൈക്കർ ഇല്ലാത്തതുകൊണ്ട് റൊണാൾഡോന്റെ ആ ഒരു കളിയെ പറ്റി ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സ്ട്രൈക്കേഴ്സ് നമ്മുടെ കളിക്കാരിൽ കുറവാണ് അല്ലെ, അതേപോലെ നിന്നിട്ട് ഗോൾ അടിക്കുന്ന കളിക്കാർ വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള റൊണാൾഡീനിയോ മറ്റുള്ള ആളുകള് റൊണാൾഡോക്ക് എങ്ങനെയാണോ ഗോൾ എത്തിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടാണ് മെസ്സി അവര് കൊണ്ടു നടക്കുന്നത്. മെസ്സിക്ക് ബോൾ കൊടുക്കുക, അത് അത്രത്തോളം മെസ്സിയെ കളിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവുകള് രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നത്. അതില് നിങ്ങൾ പറഞ്ഞ ശരിയുണ്ട്. എന്നാലും ഒരു അഭിപ്രായം പറയാണ്, റൊണാൾഡോ 2002-ലും 98-ലും കളിച്ച മാതിരി തന്നെയാണ് മെസ്സി. റൊണാൾഡോ അന്ന് ഏത് നിമിഷവും ഗോളടിക്കും. ബോൾ കിട്ടിയാൽ ഏത് പൊസിഷനിലും ഗോളടിക്കാൻ കഴിവുള്ള പ്ലെയറാണ് റൊണാൾഡോ, ബ്രസീലിന്റെ. മെസ്സി അതേമാതിരി ഒരു പ്ലെയറാണ്. നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ബോൾ എത്തിക്കാനുള്ള കാരണം എന്താണ്? ഏത് പൊസിഷനും അയാൾക്ക് ഗോളടിക്കാനും ഏത് ടൈമിലും ടീം തോറ്റു നിൽക്കുക വെച്ചാലും പെട്ടെന്ന് കളി മറിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് റൊണാൾഡോയും മെസ്സിയും. ഉണ്ട് CR7. ഈ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ടീമിൽ നിന്ന് ലഭിക്കുന്നില്ല. അൾജീരിയ ആയിട്ടുള്ള കളി ശ്രദ്ധിച്ചാൽ അറിയാം, മെസ്സി കൊടുക്കുന്ന
പാസുകളുടെ അക്യുറസി, വളരെ കൃത്യതയാർന്ന പാസുകളാണ് അയാളുടെ സഹകളിക്കാർക്ക്. അതുമാത്രമല്ല, അയാൾ പിടിച്ചെടുക്കുന്ന പന്തിൻ്റെ പന്തടക്കം, ബോളിൻ്റെ പന്തടക്കം അത് വളരെ കൃത്യമായിട്ടാണ് ഫിനിഷ് ചെയ്യും. മെസ്സി നേടിയ ആദ്യത്തെ ഗോള് ഏകദേശം 40 വാര അകലെന്നാണ്. ഒരുപക്ഷെ ഗോൾ കീപ്പർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആ സമയത്ത് ഇത്തരം ഒരു ഷോട്ട് ഉതിർക്കുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഷോട്ട് ഉതിർത്തത് കൊണ്ടാണ് അൾജീരിയൻ ഗോൾ കീപ്പർ ടൈമിങ്ങും തെറ്റി, സ്ഥാനവും പോയി. അതുകൊണ്ടാണ് അത് ഗോളായി മാറിയത്. പക്ഷെ രണ്ടാമത്തെ ഗോളിലും ഏകദേശം മെസ്സിയുടെ വിസ്മയം നമ്മൾ കാണുന്നുണ്ട്. സൂചിപ്പിച്ചു തരുന്നത് രണ്ടാമത്തെ ഗോളിലും മെസ്സിയുടെ വിസ്മയം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് മെസ്സി കൊടുത്ത വളരെ കൃത്യതയുള്ള ഒരു പാസ്സാണ് പോസ്റ്റിലേക്ക് അടിക്കുന്നത്. ആ ഗോൾ കീപ്പർ ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിച്ച് നിർത്തി ബോളിൽ തിരിച്ചു വന്ന റീബൗണ്ട് വന്ന ബോള് മെസ്സി ഒരു ഗോൾ വേട്ടക്കാരനെ പോലെയാണ് ആ പെനാൽറ്റി ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അയാൾ എത്ര വളരെ നിസാരമായിട്ട് പരിചയ സമ്പത്ത് കൊണ്ട് ഗോൾ കീപ്പർ ഇടതുമൂലയിലേക്കും അയാൾ വലതുമൂലയിലേക്കും ആ ബോൾ പ്ലേസ് ചെയ്തിട്ട് ഒരു വെപ്രാളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ജാഗ്രത ഇതൊന്നും അയാൾ കാണിക്കാതെ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു കളിക്കാരനെ പോലെയാണ് മെസ്സി എഴുതിയത്. മൂന്നാമത്തെ ഗോൾ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മെസ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ കർശനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഷാർപ്പ് ഷോട്ട്, അത് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് കയറിപ്പോന്നു. അതായത് മെസ്സി ഒരു കാരണവശാലും ലോകത്തിന് എഴുതി തള്ളാൻ കഴിയുന്ന ഒരു കളിക്കാരൻ. ഫുട്ബോളിന്റെ മെസ്സിഹ എന്ന് മെസ്സിയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനയാൾ യോഗ്യനാണ്, ഒരു സംശയമില്ല. ആ കളി കണ്ടാൽ അറിയാം, ആ ആട്രിക് കണ്ടാൽ നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, ലയണൽ മെസ്സി താങ്കളല്ലാതെ മറ്റാരുണ്ട് ഈ ലോകത്തെ പ്രചോദിപ്പിക്കാൻ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. അയാളുടെ അത്രയ്ക്ക് നല്ല ആ മാസ്മരിക പ്രകടനം കണ്ട് ഞാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും അവരൊക്കെ തന്നെ കൈയടിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ആ 3 ഗോളും വന്നത്. അപ്പൊ മെസ്സിയെ നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണരുത്. പക്ഷെ മെസ്സിനെ കുറച്ച് കാണില്ല. അന്ന് അൾജീരിയ ആയിട്ടുള്ള മത്സരത്തിലെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ദിനേശ് ഇവിടെ സൂചിപ്പിച്ച മാതിരി 40 വര അകലെ നിന്നുള്ള ഷോട്ടാണ്. ആ ഷോട്ട് ഗോളി ദൂരത്ത് നിന്ന് കണ്ടിട്ടാണ് 2 കൈയും പൊക്കിയിട്ട് തട്ടാൻ നോക്കണേ. ആ ബോളാണ് കൈ ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ കയറുന്നത്. അത് ഞാൻ പറയാം 100% ആ കീപ്പറെ മിസ്സാണെന്ന് ഞാൻ പറയാം. ഗോൾ ആവൂല, ആ ഗോള് തട്ടി ഒഴിവാക്കൂ. പക്ഷെ ആ കീപ്പർ ഒന്ന് മതിയായിരിക്കും ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൈ പൊക്കി ജമ്പ് ചെയ്താൽ ബോൾ പുറത്തു പോകും. പക്ഷെ അയാൾ ഇങ്ങനെ കൈ വെച്ച് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് മെല്ലെ എന്താ പറയാ, നമ്മള് ഒരു ചെറിയ രീതിയിൽ ഒരു വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. നമ്മളെ പരിചയ സമ്പത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അയാൾ ഒരു പുതിയ കീപ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ അതിന്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. നമ്മളുടെ സമയപരിധിന്റെ ഒരു പ്രധാനം കൊണ്ടാ. അതല്ലെങ്കിൽ നമ്മൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഫ്രാൻസ് ഈ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും യോഗ്യതയുള്ള, അതല്ലെങ്കിൽ വേൾഡ് കപ്പ് നേടും എന്ന് ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെ ആ മിന്നുന്ന പ്രകടനം, അയാൾ ഒന്നിച്ച് മുന്നിൽ നിന്നുള്ള ആ കുന്തമുന പോലത്തെ ഒരു മനുഷ്യൻ, അയാൾ മാത്രം മതി ഒരു ഫ്രഞ്ച് വിപ്ലവം സൃഷ്ടിക്കാം. പണ്ട് വോൾട്ടയറും റോസോ ഒക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ന് കിലിയൻ എംബാപ്പെ എനിക്ക് 2026 ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുമോ എന്ന് നമുക്കൊരു സംശയം. ഒറ്റയാൾപ്പെട്ട ആളായിട്ട് അത്രയ്ക്ക് നമുക്കറിയാലോ. 2022 ഫൈനലിൽ കിലിയൻ എംബാപ്പന്റെ പ്രകടനം, ഏകപക്ഷീയമായിട്ട് അർജന്റീന ലീഡ് ചെയ്ത ആദ്യ പകുതിക്ക് 2ാം പകുതിയിൽ കിലിയൻ എംബാപ്പയുടെ ഒരു തിരിച്ചുവരവുണ്ട്. അപ്പോ ആ എംബാപ്പേനെ നമ്മൾക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ഫ്രാൻസ് ഏറ്റവും മികച്ച ടീമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് വിജയിച്ചത്. അതേമാതിരി ഒരു ടീമാണ് ഫ്രാൻസ്. സെനഗലിനോടാ ജയിക്കുന്നത്. നമ്മൾ നോക്കണം, ആഫ്രിക്കൻ ശക്തികളായിട്ടുള്ള സെനഗലിനോടാ, ഒരു ചെറിയ ടീമുകളല്ല. പല ടീമുകളും വമ്പൻ സ്രാവുകളൊക്കെ കടവഴുകി വീണപ്പോഴും ഈ പരൽമീനുകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തപ്പോഴും ഫ്രാൻസ് അതിൽ നിന്നും വഴിപ്പെടാതെ ഫ്രാൻസ് സെനഗലിനെ ഏകപക്ഷീയമായിട്ട് പോലെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അതേമാതിരി എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ് ഇംഗ്ലണ്ട്. യെസ്, കറക്റ്റ് ടീം. ക്രൊയേഷ്യയായിട്ട് കളിച്ച് 4-2 സ്കോർ. നല്ല ടീം. ഈ വേൾഡ് കപ്പിൽ എന്റെ ഒരു അഭിപ്രായം ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടീം ഇംഗ്ലണ്ടാണ്. അതെ. അപ്പോ ഇന്ന് നമ്മുടെ ചർച്ച പ്രിയ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത മത്സരങ്ങളെ കുറിച്ച് വരും ദിവസങ്ങളിലെ അവലോകനവും എല്ലാം നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.